ഹലോ ഹലോ മൊത്തത്തിൽ പാളിപ്പോയി. അതെ, അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. ഈ സൈഡിൽ പിടിച്ചാൽ ഞാൻ ഇവിടെ അപ്പൊ ഞങ്ങള് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് പോകും അല്ലെ. അതെ, ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു അഡ്വഞ്ചർ ട്രിപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത്ര നാളും വീട്ടിലായിരുന്നു ബഹളം എല്ലാരും. അപ്പൊ നമുക്ക് ഇന്നൊരു അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ കാണുന്ന എന്താണെന്നൊക്കെ നമ്മള് വ്ളോഗിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ ഫുള്ള് കാണണം. അപ്പൊ ഒരാളെ ഇവിടെ അമ്മ റെഡിയാക്കുന്നുണ്ട് പോവാനായിട്ട്. ഇതെന്താണ് ഇത് കാണാൻ പറ്റാനല്ല, അവിടെ റെഡി ആവണുണ്ട്. അപ്പൊ അതങ്ങനെ നടക്കട്ടെ. അപ്പൊ ഞങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇറങ്ങാനായിട്ട് പോയിണ്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോയിട്ട് ബാക്കിയുള്ള സംഭവം എന്താന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. അതെ, എന്തായിരിക്കും ഇനിയത്തെ എക്സ്പീരിയൻസ് അറിയൂടാ. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് അവനായിട്ട് രണ്ടുപേരും മാത്രമായിട്ട് പുറത്തു പോവാണ്. അത് വൺ ഡേ ഫുള്ളാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഫുള്ള് സ്കിപ്പ് ചെയ്യേണ്ടിരുന്ന് കാണാം. നല്ലൊരു വീഡിയോ ആയിരിക്കും, രസകരമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ബാ. അപ്പൊ നമ്മൾ എവിടെയാണ് എത്തിയേക്കണ സുധി? അതെ, അത് നമ്മുടെ പ്രസവരക്ഷയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ വീട്ടിലായിരുന്നു എടുത്തിരുന്നത്. അപ്പൊ നമ്മൾ 2 ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. സ്ഥിരം ആള് വന്നിട്ട് ചെയ്യണം. അപ്പൊ 1 ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതാണ് നമ്മളുടെ ട്രിപ്പ്. നമുക്ക് നമ്മുടെ ചെക്കൻ വന്നതിന് മുന്നേ നമുക്ക് 9ാം മാസത്തിൽ കൂടി ഉണ്ടായിരുന്നു. എന്താണ് 9ാം മാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ? 7ാം മാസത്തില് മാസങ്ങൾ മാറിപ്പോയി. അപ്പൊ നമ്മളതിന് പ്രീനേറ്റൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പോസ്റ്റ് നേറ്റൽ എടുക്കണം. അപ്പൊ എല്ലാരും കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രസവരക്ഷ ഒന്നും ചെയ്യണില്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ റെസ്റ്റിലാണ്. പിന്നിപ്പോ 28 കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായി. പിന്നെ നമ്മൾ സി സെക്ഷൻ ആയതുകൊണ്ട് വൈകിയാണ് തുടങ്ങിയത്. സ്റ്റിച്ചിന്റെ ഒക്കെ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വേണമായിരുന്നു ചെയ്യാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതാണ് വീഡിയോയിലൊന്നും പറയാണ്ടിരുന്നത്. ഇപ്പൊ കഴിയാനായി. അപ്പൊ നമ്മൾ അതിന് മുന്നായിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നതാണ്. ഇങ്ങോട്ടേക്ക് വരേണ്ട കുറച്ച് അവിടെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഇങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതെ, വണ്ടി കയറിയിട്ടൊക്കെ സുഖകരമായിട്ട് ഉറങ്ങിയ ആള്. പക്ഷെ സത്യം വരുന്നത് അത് ഇപ്പോഴും ഇഷ്ടമാണെന്ന് മനസ്സിലായി നമുക്കത്. അതെ, കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് അവിടെ അടുത്തവരെയൊക്കെ പോയിട്ട് പെട്ടുപോയിട്ടാ. ഭയങ്കര കരച്ചിലായിരുന്നു. നാളുടെ ഓരോ ദിവസത്തെ മൂട് പോലെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതെ, നമ്മളിപ്പോ വന്നേക്കണത് തുറന്നോ കാക്കനാടാണ് അല്ലെ? അതെ, കാക്കനാടാണ് വന്നേക്കണത്. അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് റൂമിൽ ഇരിക്കണേ. അപ്പൊ എന്റെ ഹെഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഫേസ് ചെയ്യണം. പിന്നെ ഓരോ കിഴികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓരോ ദിവസം ഓരോരോ ട്രീറ്റ്മെന്റുകളായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതിനിപ്പോ വെച്ചിട്ടുള്ള പരിപാടിയാണ്. മസാജും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കണ്. പിന്നെ ഇപ്പൊ ഇത്രയും ദിവസവും നമ്മൾ വീട്ടിലാണ് എടുത്തത്. അപ്പൊ നമുക്ക് വീട്ടില് കുട്ടിയായിരുന്നു എല്ലാം ചെയ്തു തന്നത്. ഇപ്പോഴും ഇവിടെയും ആ കുട്ടി തന്നെയാണ് ചെയ്തത്. ചെറുതായിട്ട് നടന്നത് ഭയങ്കര കമ്പനിയായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഇനി ട്രീറ്റ്മെന്റ് ചെയ്യട്ടെ. ഹലോ, അപ്പൊ ഇന്നലെ ഞങ്ങള് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ സന്ധ്യയായി അല്ലെ. അതിന്റെ ഇടക്ക് കൊച്ച് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ദിവസം നോക്കിയത്. ശ്രുതി അവിടെ ട്രീറ്റ്മെന്റിൽ പോയപ്പോ ഞാൻ നോക്കിയിട്ട് ആകെ ഒരു കുറച്ചു നേരം കരഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ ബാക്കി ആൾ ഡീലായിട്ട് നല്ല അങ്ങനെയല്ല കേട്ടോ, നല്ല വാശിയായിരിക്കും എപ്പോഴും. പൊതുവെ ഇച്ചിരി കരച്ചിലുണ്ടാവാറുണ്ട്. പക്ഷെ ആള് ഇന്നലെ ഒന്ന് കൂടെ സഹകരിച്ചിരുന്നു. അതെ അതെ, ഞാൻ കരുതി ആളെ കാറി പൊളിക്കുന്നത്. പക്ഷെ എന്താണെന്ന് ടെൻഷനായിരുന്നു. ഞാൻ അതിന്റെ ഉള്ളിൽ കയറി ഇടക്കിടക്ക് വിളിച്ചു നോക്കിയിരുന്നു എന്താണെന്നുള്ളത്. പക്ഷെ ഞാനായിട്ട് പുള്ളിക്കാരൻ കുറെ നേരം കിടന്ന് കളിച്ച് അങ്ങനെ ഇരുന്ന് എന്താണ് എന്റെ ഒച്ച നിൽക്കാത്ത വാഷിംഗ് മെഷീൻ്റെ ഒച്ച ഉണ്ട്. അത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ് ആയത്. അപ്പൊ അത് നിന്ന് കുറച്ചധികം നേരം നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ സംഭവം വെച്ചാൽ ഇന്നലെ നല്ല സന്തോഷമായിരുന്നു. ആള് നിക്കും. ഇന്നലെ എനിക്ക് ക്ഷമ ഉണ്ടെന്ന് മനസ്സിലായി. ക്ഷമ എനിക്ക് ഇപ്പൊ വന്നു ഓൾറെഡി. അപ്പൊ ഇപ്പൊ ഓൾറെഡി കൂടെ ഒരാളെ കണ്ടു ഞാൻ എഴുന്നേക്കാനായിട്ട് അങ്ങനെയൊക്കെ മടി വരും. പക്ഷെ ഇന്നലെ പിന്നെ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പൊ ചെയ്തിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവും, അമ്മമാരെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിന് മുന്നത്തെ ദിവസം ഞാൻ കഴിഞ്ഞ ആഴ്ച പാളിപ്പോയായിരുന്നു. വലിയ കാര്യമായിട്ട് ഇതിവിടെ വരെയാണ്. ഞങ്ങൾ കൊണ്ടുപോയിട്ട് വരാം. മരുന്നിനല്ല വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടൊന്ന് പോയിട്ട് വരാം. അതായത് സുദ്ര വീട് അറിയാവുന്നവരാണെങ്കിൽ നമ്മുടെ കവിത ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ്ട് വീട്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പെരുമ്പടന്ന വരെ പോയുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എന്റെ പൊന്നു
എനിക്കാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ദൈവം ഇതെങ്ങാട് പോകുന്നത് എങ്ങനെയെങ്കിലും എടുത്തിയാൽ ദൈവമേ. പക്ഷെ ഇന്നലെ അത് പ്രതീക്ഷിച്ചാണ് പോയെങ്കിലും പക്ഷെ അതൊന്നുണ്ടായിരുന്നില്ല. ആൾ ഓക്കെ വൈബായിരുന്നു. കുറെ നേരം കിടന്ന് കളിച്ച് നല്ല സന്തോഷമായിട്ട് കിടന്ന് കളിക്കായിരുന്നു അല്ലേ. ഇത് തെളിവിന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ഇടയ്ക്ക് വിളിച്ചു എന്തെടുക്കണ കൊച്ചെന്തെടുക്കണ നീ ഇവിടെ കിടക്കണി മിണ്ടായിട്ടിരിക്കും ഞാൻ കൊച്ചിനെ നോക്കിയാണെന്നൊക്കെ പറഞ്ഞു കരയണെന്ന് തോന്നാണ്. അതാണ് ഇത്ര കോൺഫിഡൻസ് പറയണേന്ന് ഓർത്ത്. പക്ഷെ എല്ലായിരുന്നു ഇന്നലെ അവൻ അച്ഛൻ്റെ അടുത്തായതുകൊണ്ട് ഓക്കെ ആയിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും പുള്ളി ഒന്ന് ചീറ്റിലൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പൊ ഒന്ന് എടുക്കണം. ചില സമയത്ത് ഇവിടെ ഒച്ചേക്കുമ്പോ അതായത് നമ്മുടെ അവളുടെ ഒപ്പം ഉള്ള ഫുൾ ടൈം ഉള്ളത്. അപ്പൊ നമ്മുടെ ഒച്ചേക്കുമ്പോ കൊച്ചിന് ഇത് കൂടുമല്ല, കൊച്ചിന് ഇത്തിരി വാശിയാണ്ട് കൂടും. നമുക്ക് അങ്ങനെ തോന്നണത് അവർക്ക് മനസ്സിലാവാറായിട്ടുണ്ടെന്ന് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്നാലും അവനിങ്ങനെ ചെറുതായിട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ടെന്ന് തോന്നണം. അതെ അതെ, അമ്മനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അമ്മയുടെ ഇപ്പൊ എന്റെ ഒപ്പം കരയാണ്ടിരിക്കുകയാണെങ്കിലും നല്ല ഉള്ളിലായിട്ടിരിക്കുകയാണെങ്കിലും അമ്മയുടെ ഒച്ചേക്കുമ്പോ തന്നെ ഇങ്ങനെ കിറിയിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോണവന്. ഞാനിങ്ങനെ അവന്ന് വിളിക്കുമ്പോൾ ഞാൻ കൊച്ചിനെ സ്നേഹത്തോടെ വിളിക്കുന്നതായിട്ടാണ്. നമുക്ക് വേറെ അപ്പുറത്തുള്ള കൊച്ചിനെ പോയി നമുക്ക് ആരും വിളിക്കാൻ പറ്റില്ല അല്ലേ. എന്നുവെച്ചാൽ ഞാൻ വിളിക്കുന്ന ഒരു പേരുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ എല്ലാരും പറയാറുണ്ടായിരുന്നു അതൊക്കെ നമ്മള് വേറെ പേരൊക്കെ ഇടുവോട്ടാ. ആ പേര് വെറുതെ കണ്ണൻ ഇങ്ങനെ കൊച്ച് ഇങ്ങനെ വയറ്റിലായിരുന്നു അപ്പൊ മുതൽ ഇങ്ങനെ വിളിച്ച് അത് ഡെലിവറി കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴും വിളിച്ചപ്പോഴും ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റത്തെ വിളിക്ക് ഞാൻ വിളിച്ചപ്പോ സുണ്ടാപ്പിന്ന് വിളിച്ചപ്പോ ആള് ഈ വിളി നീ അകത്തിരുന്നില്ല കേട്ടിട്ടുള്ളൂ പുറത്തിരുന്ന് കേട്ടിട്ടില്ലല്ലോ പറഞ്ഞപ്പോ അണ്ട് ചിരിയും തന്നു. അതെല്ലാരും ഒരേപോലെ എന്നോട് വന്നപ്പോ പറഞ്ഞിട്ടാ കണ്ണൻ വിളിച്ചപ്പോഴത്തേക്കും അവൻ അങ്ങനെ ഒച്ചെടുത്ത് ചിലപ്പോ വേറെ എന്തെങ്കിലും കൊണ്ട് ഒച്ചെടുത്തതായിരിക്കും. അതിന് ഒരു കാരണവശാലും ഞാൻ ആ പേര് ഞാൻ വിളിയെന്ന് മാറ്റാൻ പോകുള്ള ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാല് വേറെ പേര് വിടും, ഞാൻ പേര് മാത്രം വിളിക്കുള്ളൂ. ഇങ്ങനെ സുണ്ടു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ വിളിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും പിന്നെ നമ്മളൊരു പേര് ഫിക്സ് ചെയ്യും. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഇരുന്ന്. പിന്നെന്ന് വെച്ചാൽ 28-ന് മേളിലിരുന്ന് ഇത് ചെയ്തതും പിന്നെ അമ്മയുടെ കയ്യിലിരുന്ന് നൂല് കെട്ടിയതിനും അതിനൊക്കെയാണ് കമന്റ് ബോക്സിൽ പറഞ്ഞതാ നമ്മള്. സംഭവം സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം കൊച്ചു വാവിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആരുടെ അടുത്ത് ഇരുന്നാലും ഇപ്പൊ മിക്കവാറും എന്റെ അടുത്ത് വന്നിരിക്കണെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഇതാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ വേഗം എടുത്ത് പിടിച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് സുഖമായിട്ട് കെട്ടാനും പറ്റിയത്. ഒറ്റക്കൊന്നും പറ്റണുണ്ടായിരുന്നില്ല ആർക്കും. അതൊന്നും വെച്ചാൽ നമ്മുടെ അടുത്ത് കിട്ടിയാൽ എന്താ കുഴപ്പം, അതും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും സുരക്ഷ ഏറ്റവും കെട്ടാൻ അനുയോജ്യമായ ആൾ തന്നെയാണ് അമ്മ. പിന്നെന്താ കിട്ടിയാൽ കുഴപ്പം? അതെ, മടിയിലിരുന്നോർന്ന കുഴപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിനോട് യോജിക്കില്ല. അതൊക്കെ നല്ല സന്തോഷമല്ല. ഞാൻ അന്നേരത്തെ സിറ്റുവേഷൻ കൂടെ പറഞ്ഞതാണ്. സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചിനെ ആരെങ്കിലും പിടിച്ചോന്നും പറഞ്ഞോണ്ടായിരിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ട് ഞങ്ങള് മുകളിലിരുന്ന് കസേര ഈ സെറ്റിലിരുന്ന് കെട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്ക് സിസേറിയനായിരുന്നല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ താഴെ ഇരിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് പറ്റണവരുണ്ട് കേട്ടോ. അല്ലാന്ന് പറയാനുള്ള ഓരോരുത്തരുടെ ബോഡി വ്യത്യാസമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യത്തെ ടൈമിലൊന്നും സത്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു സി സെക്ഷൻ കഴിഞ്ഞൊരു ഇതുപോലെ ഞാൻ ആദ്യത്തെ നടത്തം വാക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവരും പറയണ അത്രയും പേടി എനിക്ക് സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെയിനൊക്കെ വന്ന് തുടങ്ങുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് സ്റ്റിച്ചിന്റെ അവിടെയൊക്കെ പെയിനൊക്കെ. പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ പിന്നെ ജീവനെ അന്നേരത്ത് ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ കൊച്ചിന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അപ്പൊ തന്നെ എടുക്കുക, ഫീഡ് ചെയ്യുക, എപ്പോഴും ഇരുന്ന് ഫീഡ് ചെയ്യുക, അതൊക്കെ ആയിരിക്കാം ചിലപ്പോ. അങ്ങനെയായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ പേരെ പറഞ്ഞിട്ടുണ്ടാവും. കുറെ നമ്മൾ സ്നേഹിക്കുന്നോണ്ട് പറഞ്ഞേക്കണത് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഓക്കെ ആയിട്ടൊന്ന് വീഡിയോ ചെയ്യട്ടെ. ഞാൻ ഓക്കെയാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആവാനുള്ള ഒരു സമയം ചിലപ്പോൾ ഇന്നിപ്പോ ഇവന് ഈ ടൈമിൽ ഉറങ്ങുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ ആ ടൈമിൽ ഉറങ്ങൂല. അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്ക്. രാത്രി ആളുകൾ ഞങ്ങൾ ഉറങ്ങാറില്ല. ഇന്നലെ ഒരു 2 മണിയായി ഉറങ്ങുമ്പോഴത്തേക്കും. അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ വ്യത്യാസങ്ങളാണ്. ചിലപ്പോൾ അതിന് മുന്നത്തെ ദിവസം ചിലപ്പോൾ ആള് സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. അത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അത് ഈ സമയത്ത് നമ്മൾ എൻജോയ് ചെയ്തോളണം. അതെ, ഇനിയിപ്പോ ഒന്നും ഉണ്ടാവൂല. ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ടല്ലേ ഇനി ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ആളകത്തുണ്ട്, അകത്തവിടെ ഇരിക്കുന്നുണ്ട്. ആൾക്കൊരു സംഭവം കെട്ടിയുണ്ട് റൂമില്. നമുക്ക് കാണിച്ചു തരാം. അത് വീഡിയോയിൽ കാണിച്ചു തരാം. അതെ കാണിച്ചു തരാം. അപ്പൊ നോക്കി ഇങ്ങടെ അകത്തേക്ക് കയറി കഴിയുമ്പില്ലേ ഈ കസേരയാണ് മാറ്റി കൊടുത്തത്. ഇവിടെ ഒരാളുണ്ട്, അവിടെ ആളവിടെ അമ്മാമ്മ കളിപ്പിച്ചോണ്ടിരിക്കേണ്ട. അവിടെ നിന്ന് കളിക്കട്ടെ കൊച്ചു. അതെ, നന്ദുനി ഹായോർണോ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നന്ദു പുറത്തായോണ്ട് നന്ദു ഇതാണ് പരിപാടി ഇപ്പൊ അല്ലേ. അതെ, അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ കൊച്ചിന് വാവൊക്കെ വേണ്ടി കെട്ടിയേക്കണേന്. അപ്പൊ കണ്ട അതെ, ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭ്രാന്ത് കയറും. അതെ 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 അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അതെ, ഒച്ചയെടുത്ത് എണീപ്പിക്കണ്ട, നൈസായിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തിയാലോ നമുക്ക്.
അപ്പൊ ഇന്നത്തെ ഈ കൊച്ചുടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വലിച്ചിട്ട് കൊണ്ടുള്ള അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങൾ സുഡാമിനെ കൊണ്ട് പുറത്തു പോയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു അല്ലെ. ഞങ്ങൾ വിശേഷങ്ങൾ വെച്ചാലേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റൂല, എടുക്കാൻ പറ്റില്ല. ആ സംഭവം വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഫോൺ എടുക്കാനുള്ള മൈൻഡ് ഒന്നും ഉണ്ടാവൂല. അതായത് ഫോൺ എടുക്കാനുള്ള മൈൻഡ് ഒന്നല്ല, നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണേനുള്ള. അപ്പൊ ചിലപ്പോൾ എല്ലാവർക്കും ഇത് തോന്നും നിങ്ങൾ എന്തോ ഓവറായിട്ടാണ് ഈ പറയണേന്നുള്ളത്. അതെ, ഞങ്ങളുടെ കാര്യം ഇങ്ങനെ പറയണേ. ആദ്യമായിട്ട് അച്ഛനും അമ്മ ആയവർക്കൊക്കെ മനസ്സിലാവും. കൊണ്ടുപോകുമ്പോ ടർക്കി എടുക്കണോ, തുണി എടുക്കണോ, എന്തെടുക്കണം, കൊച്ചിന് എന്ത് കൊടുക്കണം, എങ്ങനെ ഫീഡ് ചെയ്യണം, വണ്ടിയിലിരുന്ന് ഫീഡ് ചെയ്യണോ, പുറത്ത് പോകണോ, നമ്മളൊന്ന് യൂസ്ഡ് ആണല്ലോ. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ വെച്ച് നിർത്തുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.